വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി ഘട്ടത്തിൽ പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ ഫ്ലോറിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നൊരു വാക്കെന്ന് പറയുന്നത് അത് മാറ്റം എന്നതാണ്. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ കേരളത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് എത്രയോ നമ്മൾ സംസാരിച്ചിരിക്കുന്നു, എത്രയോ നമ്മൾ കണ്ടിരിക്കുന്നു. പല കാലഘട്ടങ്ങളിലും അവഗണിക്കപ്പെട്ട് കിടന്ന പ്രദേശങ്ങൾ, മേഖലകളൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക്, വികസനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ പലവട്ടം കണ്ടതാണ്. അത്തരത്തിലൊരു പ്രധാനപ്പെട്ട ഇടമാണ് ചെല്ലാനം എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ ചെല്ലാനം നമുക്കറിയാം, മഴ പെയ്താൽ പിന്നെ മനുഷ്യർക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയില്ല. വീട്ടിൽ നിന്ന് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് ക്യാമ്പുകളിലേക്ക് പോകുന്ന ചെല്ലാനത്തെ മനുഷ്യരുടെ ദുരവസ്ഥ മാധ്യമങ്ങളിലൂടെ നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞൊരു 2 വർഷമായി ചെല്ലാനത്തെ മനുഷ്യർ സമാധാനമായി ഉറങ്ങുന്നു. ഏത് മഴക്കാലത്തും ഏത് കടൽ ആക്രമണകാലത്തും അവർക്ക് സമാധാനമായി ഉറങ്ങാം. ടെട്രാപോഡുകൾ നിരത്തി അത്ര ഭംഗിയാക്കി മാറ്റിയിരിക്കുന്നു, സുരക്ഷിതമാക്കി മാറ്റിയിരിക്കുന്നു ചെല്ലാനം കടപ്പുറം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 7.3 കിലോമീറ്ററാണ് ആദ്യഘട്ടത്തിൽ നിർവഹിച്ചത്. ഇപ്പോഴിതാ രണ്ടാം ഘട്ടമായി ബാക്കിയുള്ള 6 കിലോമീറ്ററിനും അനുമതി നൽകിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 400-ലധികം കോടി രൂപയാണ് രണ്ടാം ഘട്ടം നിർമ്മിക്കാൻ സംസ്ഥാനം സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. 404 കോടി രൂപ, 347 കോടി രൂപ ചെലവിലാണ് ആദ്യഘട്ടം 2023 പൂർത്തിയാക്കിയത്. വിവരങ്ങളുമായി അർച്ചന കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ചെല്ലാനത്തിന്റെ മുഖം മാറാൻ പോകുന്നത് എങ്ങനെയാണെന്ന്. അർച്ചന, ഗുഡ് മോർണിംഗ്. ചെല്ലാനത്തിന്റെ ആദ്യഘട്ടം 7 കിലോമീറ്റർ ടെട്രാപോഡ് പൂർത്തിയാക്കിയതാണ്. ഇപ്പോഴിതാ രണ്ടാം ഘട്ടത്തിനുള്ള ധനാനുമതിയും നൽകിയിരിക്കുകയാണ്. അതായത് ചെല്ലാനം, ആ പ്രദേശം മുഴുവൻ സംരക്ഷണ ഭിത്തിയിലേക്ക് വരാൻ പോകുന്നു കുറച്ചു നാളുകൾക്കുള്ളിൽ എന്നതാണ് അതിന്റെ പ്രത്യേകത. വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ചെല്ലാനത്തെ മനുഷ്യരുടെ ജീവിതത്തിന് പൂർണ്ണമായും കെട്ടുറപ്പാക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതിൻ്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. 404 കോടിയാണ് സംസ്ഥാന സർക്കാർ ഇതിനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടം നമുക്കറിയാം 7.3 കിലോമീറ്റർ പൂർത്തിയാക്കിയിരുന്നു. 347 കോടി രൂപ ചിലവഴിച്ചാണ് ആ ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. അതിനുശേഷമുള്ള, അതായത് പുത്തൻതോട് മുതൽ ഈ ചെറിയ കടവ് വരെയുള്ള ബാക്കി ഭാഗമാണ്, അതായത് 6.1 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് രണ്ടാം ഘട്ടം ഉൾപ്പെടുന്നത്. അതിനുള്ള ഫണ്ടാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് കണ്ണമാലിയിലെയും ചെല്ലാനത്തെയും ജനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ച ദുരിതങ്ങളെല്ലാം തന്നെ വാർത്തകളിലടക്കം ഇടം പിടിച്ചതാണ്. അതിന് പിന്നാലെയാണ് സർക്കാർ ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. ഇന്ന് ചെല്ലാനത്തെ മനുഷ്യർക്ക് സുഖമായി സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയും. ഒരു മഴക്കാലം വരുമ്പോൾ ക്യാമ്പിലേക്ക് ഓടിയിരുന്ന ജനതയാണ് ഇന്ന് ക്യാമ്പിലേക്ക് പോകേണ്ടതില്ല. മഴ ആസ്വദിച്ച് ഇന്ന് ഈ കടലിൻ്റെ ഇപ്പുറത്തേക്ക്, അതായത് ആ കെട്ടുറപ്പിന് ഇപ്പുറത്തേക്ക് അവർക്ക് സമാധാനത്തോടെ ഉറങ്ങാമെന്നാണ് ഏറ്റവും പ്രധാനമായും സർക്കാർ നൽകിയ ഉറപ്പ്. ആ ഉറപ്പ് പാലിക്കപ്പെട്ടു. അതിൻ്റെ രണ്ടാം ഘട്ടം ഇതാ പാലിക്കപ്പെടാൻ പോകുന്നു. അതിൻ്റെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് തീരദേശ ജനത. ഈ ചെല്ലാനത്ത് ഈ പദ്ധതി പൂർത്തിയാക്കിയപ്പോൾ കണ്ണമാലിയിലെ ആളുകളുടെയൊക്കെ ആവശ്യം, ഞങ്ങൾക്കും വേണം ഇത്തരത്തിലൊരു കെട്ടുറപ്പ്, അല്ലെങ്കിൽ ഞങ്ങൾക്കും വേണം ഇങ്ങനെ സമാധാനം എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ആ സമാധാനത്തിലേക്ക് കണ്ണമാലിയും ഈ പുതിയതോടും എല്ലാം തന്നെ കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു മഴക്കാലത്തും ചെല്ലാനത്തെ ജനങ്ങൾക്ക് പേടിക്കേണ്ടതില്ല എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കടൽ ഇരമ്പുമ്പോൾ, അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാം തന്നെ ആദ്യോടെ ഇരുന്ന മനുഷ്യരാണ്. അവരുടെ ജീവിതമാണ് ആകെ മാറിയിരിക്കുന്നത്. ആ കാഴ്ചകളെല്ലാം നമ്മൾ കാണുകയും ചെയ്യുന്നതാണ്. ഇന്നവർക്ക് ഈ കടലിനിപ്പുറത്തേക്ക് കാണാൻ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. കാരണം ചെല്ലാനത്തെ ഈ ടെട്രാപോഡ് മാത്രമല്ല, അവിടെ വാക്ക് വേ ഉണ്ട്. അത്തരത്തിലുള്ള എല്ലാ പദ്ധതികളും പൂർത്തിയാക്കിയാണ്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയാണ് ഇപ്പോൾ ചെല്ലാനം മാറിയിരിക്കുന്നത്. നിരവധി ആളുകളാണ് അവിടേക്ക് ഈ സായാഹ്നം ആസ്വദിക്കാനായി എല്ലാം എത്തുന്നത്. അതുതന്നെയാണ് ചെല്ലാനത്തിൻ്റെ മാറിയ മുഖം. അവിടുത്തെ ജനങ്ങളുടെ ജീവിതം മാറി, ഒപ്പം അവിടുത്തെ ഈ ഭംഗിയുള്ള കാഴ്ചകളായി മാറി. അങ്ങനെ ചെല്ലാനം മൊത്തം, അതിൻ്റെ മുഖം മൊത്തം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും കൂടുതൽ കെട്ടുറപ്പ് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പദ്ധതിക്കായി ആദ്യ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. മാത്രമല്ല തീരദേശ ജനതയോട് കേന്ദ്ര സർക്കാർ കാണിച്ച അവഗണന എല്ലാം ആ രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ബാക്കിയെല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞോ? തീർച്ചയായും ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ പൂർത്തിയായതാണ്. ഇനി പണി തുടങ്ങാനുള്ള കാലതാമസം മാത്രമാണുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ യോഗങ്ങളും മന്ത്രി റോഷി അഗസ്റ്റിനും മന്ത്രി പി രാജീവും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ, അതായത് കഴിഞ്ഞ മാസങ്ങൾ അടക്കം ഇവിടെ ചേർന്ന് യോഗം ചേർന്നതിൻ്റെ എല്ലാ പ്ലാനുകളും തയ്യാറാക്കിയതാണ്. ഇനി പണി തുടങ്ങിയാൽ മാത്രം മതി. അത് ഉടൻ തന്നെ, അതായത് ഫണ്ട് അനുവദിച്ച ശേഷം ഉടൻ തന്നെ തുടങ്ങുമെന്ന് മന്ത്രി വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് ഇനി ഉടനടി പൂർത്തിയാവുകയാണ്. ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ്
ഈ ഫണ്ട് അനുവദിച്ച് നൽകുകയും ചെയ്തത്. എന്തായാലും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് തീരദേശ ജനത. എന്തായാലും ഉടനടി ഈ പണി പൂർത്തിയാകും. നമുക്കറിയാം വലിയൊരു ചിലവ് വരുന്ന അല്ലെങ്കിൽ വലിയൊരു സമയം വരുന്ന പണിയാണ്. കാരണം ഈ ടെട്രാപാഡ് ഓരോന്നും അവിടെ നിർമ്മിക്കുന്നതാണ്. അതായത് ഇതിൻ്റെ സാമഗ്രികളെല്ലാം തന്നെ ചെല്ലാനത്തെത്തിച്ച് അവിടെയാണ് ഇത് നിർമ്മിക്കുന്നത്. ഓരോന്നിനും ഇത്ര മണിക്കൂർ, ഓരോ ടെട്രാപോഡുമായി വരാൻ വലിയ മണിക്കൂറുകളുണ്ട്. ക്ഷമിക്കണം, ടെട്രാപോഡല്ല, ഈ കടൽഭിത്തി നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതിന് മണിക്കൂറുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കാലതാമസം വരുന്ന പണിയാണ്. എന്തായാലും ഉടനടി ആ പണി തുടങ്ങും. എന്തായാലും ചെല്ലാനത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആവേശത്തിലും സന്തോഷത്തിലുമെല്ലാമാണ്. 2023 ആദ്യഘട്ടം പൂർത്തിയായി ജനങ്ങൾ സുരക്ഷിതരായത്. ഇനി രണ്ടാം ഘട്ടം തുടങ്ങുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. മനു. ഓക്കെ, താങ്ക് യു അർച്ചന. അർച്ചനയാണ് ഈ വിവരങ്ങൾ നൽകിയത്. നോക്കൂ, 404 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് 6.1 കിലോമീറ്റർ നീളത്തിൽ കടൽഭിത്തി നിർമ്മിക്കാൻ. സാധാരണ കടൽഭിത്തിയല്ല, ടെട്രാപോഡ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കടൽഭിത്തിയാണ് നിർമ്മിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഞാൻ നേരിട്ട് അവിടെ പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാഗ്വേയൊക്കെ ഉണ്ട് അവിടെ. അതിലൂടെ നമുക്ക് ഇപ്പോൾ ആളുകളൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന് കടൽക്കാറ്റൊക്കെ കൊള്ളാൻ, കടൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇടം കൂടിയായി മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു കാലത്ത് മനുഷ്യൻ മഴ പെയ്തു കഴിഞ്ഞാൽ നിൽക്കാൻ പേടിയായിരുന്നു അവിടെ താമസിക്കുന്ന മനുഷ്യർക്ക്. കാരണം ഏത് നിമിഷവും കടൽ വീട്ടിലേക്ക് കയറി വരും, ഏത് നിമിഷവും സ്വത്തുവകകളെല്ലാം കടൽ കൊണ്ടുപോകും എന്ന ആശങ്കയുടെ പുറത്ത് ജീവിച്ചിരുന്ന മനുഷ്യരാണ്. ഇന്നവർ എത്ര ശാന്തരായിട്ടാണ് ഉറങ്ങുന്നത്. സ്വാഭാവികമായും ചെല്ലാനത്തിൻ്റെ സമീപമായ കണ്ണമ്മാലി അടക്കമുള്ള സ്ഥലങ്ങളിലേക്കും ഈ കടൽഭിത്തി നീട്ടണം എന്ന വലിയ ആവശ്യകത അന്ന് ഉയർന്നിരുന്നു. സംസ്ഥാന സർക്കാർ അത് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അടുത്ത ഘട്ടത്തിൽ അങ്ങോട്ടേക്ക് കൂടി അത് നീട്ടുമെന്ന്. ആ ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. അതിനാണിപ്പോൾ 404 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. 6.1 കിലോമീറ്റർ നീളത്തിൽ 404 കോടി രൂപ മുടക്കിൽ ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിക്കാൻ പോകുന്നു. കണ്ണമ്മാലി അടക്കമുള്ള പ്രദേശങ്ങളും ഇനി കടൽ ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതരാകാൻ വേണ്ടി പോവുകയാണ്. വിവരങ്ങളാണ് അർച്ചന നൽകിയത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഒരു കാലത്ത് വികസനത്തിന്റെ മുഖ്യവേദികളിൽ ഒന്നുമില്ലാതിരുന്ന പ്രദേശങ്ങൾ ഇന്ന് സമൂഹത്തിന്റെ ഏറ്റവും മുൻനിരയിലേക്ക് കടന്നു വരുന്ന മാറ്റത്തിന്റെ കാഴ്ച കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ ഒരുപാട് കണ്ടു. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് ചെല്ലാനം എന്ന് പറയുന്നത്. വിവരങ്ങളാണ് അർച്ചന നൽകിയത്.